നിങ്ങളീ കാണുന്നത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. സ്വകാര്യ ആസ്പത്രികളെ വെല്ലുന്ന തരത്തിൽ ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു കുടുംബാരോഗ്യ കേന്ദ്രം കേരളത്തിൽ ഉണ്ടെന്നുള്ളത് മലയാളികളായി നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. കേരള സർക്കാരിൻ്റെ ആർദ്രം ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയതു മുതൽ അടിമുടി മാറ്റങ്ങളായിരുന്നു. രോഗികളുടെ എണ്ണം നന്നേ കുറവായിരുന്ന ആസ്പത്രിയിൽ പിന്നീട് ഓരോ ദിവസവും എണ്ണം ക്രമേണ വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ ദിവസവും 300ഓളം രോഗികളാണ് ഇവിടെ എത്തുന്നത്. 43% ആദിവാസികളുള്ള നൂൽപ്പുഴ പഞ്ചായത്തിൽ ചികിത്സയ്ക്കായി ആസ്പത്രികളെ സമീപിക്കുന്ന പ്രവണത മുൻപില്ലായിരുന്നു. പരിചിതമായ കുടിലുകളും ഊരും വിട്ട് പരമ്പരാഗതമായ ശുശ്രൂഷകൾ ഒഴിവാക്കി അപരിചിതമായ ആസ്പത്രിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ആദിവാസി സമൂഹത്തിന് പലപ്പോഴും മാനസിക പ്രയാസം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയതും അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം ഇവിടെ വരുത്തിയ മാറ്റങ്ങളും രോഗികളെ ആസ്പത്രിയിലേക്ക് എത്തിച്ചു. സർക്കാർ ആസ്പത്രികളിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ മടിച്ചാണ് ഡോക്ടർമാരും മരുന്നുകളുമൊക്കെ ഉണ്ടായിട്ടും സാധാരണക്കാർ അധികവും സ്വകാര്യ ആസ്പത്രികളെ ആശ്രയിക്കുന്നെന്ന പരാതികൾക്കും നൂൽപ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രം നൽകുന്നത് വ്യക്തമായ പരിഹാരമാണ്. ഇവിടെ ഒരു രോഗിക്കും ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. രോഗിക്ക് OP രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഉടൻ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ടോക്കൺ നമ്പർ കിട്ടും. നമ്പർ കിട്ടിയ രോഗിക്ക് പിന്നെ ശീതീകരിച്ച വിശ്രമമുറിയിൽ ഇരിക്കാം. ഡോക്ടറെ കാണുന്നതിന് തൊട്ടു മുൻപായി രജിസ്റ്റർ ചെയ്ത രോഗിയുടെ പ്രാഥമിക ശാരീരിക പരിശോധനകൾ നടത്തി വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നു. കിടത്തി ചികിത്സയ്ക്കും ഇവിടെ വാർഡുകളുണ്ട്. താലൂക്ക് ആസ്പത്രികളിൽ പോലും പകൽ 2ഓടെ സാധാരണ OP പ്രവർത്തനം നിലയ്ക്കുമ്പോൾ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 വരെ OP പ്രവർത്തിക്കുന്നു. 5 ഡോക്ടർമാരും 30ഓളം ജീവനക്കാരുമാണ് രോഗികൾക്കായി ഇവിടെയുള്ളത്. 50ഓളം പരിശോധനകൾക്കുള്ള 30 ലക്ഷത്തിൻ്റെ മികച്ച ലാബ് സൗകര്യം ഇവിടെയുണ്ട്. മരുന്നുകൾ അടുക്കും ചിട്ടയോടും സൂക്ഷിച്ചിരിക്കുന്ന ശീതീകരിച്ച ഫാർമസിയും LED ബോധവൽക്കരണ പ്രദർശനവും സാനിറ്ററി നാപ്കിനുകൾ നിക്ഷേപിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും സൗകര്യമുള്ള ടോയ്ലറ്റുകളും സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കിയ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയുള്ള ടെലിമെഡിസിനും ആസ്പത്രിയുടെ മികവ് പ്രകടമാക്കുന്നു. ആസ്പത്രിയുടെ 5 കിലോമീറ്റർ പരിധിയിലുള്ള 60 വയസ്സുകഴിഞ്ഞ രോഗികളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരാനും തിരികെ കൊണ്ടുപോകാനും ഇലക്ട്രോണിക് ഓട്ടോറിക്ഷയുമുണ്ട്. മാത്രമല്ല രോഗികൾക്കൊപ്പം വരുന്ന കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിനിടെ 1.5 കോടി രൂപയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും മാറ്റിവെച്ചത്. കുടുംബശ്രീയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പ്രസവത്തിനായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആദിവാസി യുവതികൾക്കും കുടുംബത്തിനും താമസിക്കാനായി ആസ്പത്രിയോട് ചേർന്ന് അവരുടെ സംസ്കാരത്തിന് അനുയോജ്യമായ പ്രത്യേകം കെട്ടിടങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ആന്റിനാറ്റൽ ട്രൈബൽ ഹോമുകൾ അഥവാ പ്രതീക്ഷാഭവനങ്ങൾ എന്നാണ് ഇവയുടെ പേര്. ബെഡ്റൂം, ടോയ്ലറ്റ്, സിറ്റ് ഔട്ട്, കോമൺ ഏരിയ ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു താമസ സ്ഥലമാണിത്. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം നടന്ന പരിശോധനയിൽ 98% മാർക്ക് നേടി നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം രാജ്യത്തെ ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മാറി. ആർദ്രം മിഷന്റെ ഭാഗമായി ആസ്പത്രികളെ രോഗി സൗഹൃദമാക്കി മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുള്ള അംഗീകാരമായാണ് ഈ ബഹുമതി. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ലഭിക്കുന്ന ആശുപത്രികൾക്ക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലഭിക്കുന്ന കേന്ദ്ര സഹായം നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ലഭ്യമായി വരുന്നു. നിങ്ങൾ വയനാട് ജില്ലയിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ സർക്കാർ ആസ്പത്രി ഒന്ന് കണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും.